നമസ്കാരം. കേരള PSC വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 3 മെക്കാനിക്കൽ പോർഷനായ IC എൻജിൻസ് എന്ന് പറയുന്ന പോർഷന്റെ പുതിയ ലെക്ചറിലേക്ക് സ്വാഗതം. ഞാൻ അനന്തറാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ലെക്ചറിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് നമ്മൾ ഈ ലെക്ചർ തൊട്ട് പുതിയ ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ എൻജിൻ പാർട്സ് ആണ്. എൻജിൻ പാർട്സ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ എന്താണ്? എൻജിൻ പാർട്സ്. ഓക്കെ, നമുക്ക് കടക്കാം, ഐശ്വര്യമായിട്ട് കടക്കാം. അപ്പോൾ ഇതില് എൻജിൻ പാർട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹെഡിങ്സ്, അതായത് ഇതിനകത്ത് ഏതൊക്കെയാണ് എൻജിൻ പാർട്സ്, അതാദ്യം നമുക്ക് മനസ്സിലാക്കാം. എൻജിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൻജിൻ ബ്ലോക്ക്, അതുപോലെ ലൈനേഴ്സ്. എന്താണ് എൻജിൻ ബ്ലോക്ക്, ലൈനർ എന്നുള്ളത് നമ്മൾ ഈ ലെക്ചറിൽ കാണുന്നതായിരിക്കും. ബാക്കി കമ്പോണൻസ് നമുക്ക് നോക്കാം. പിസ്റ്റൺ. എന്താണ് പിസ്റ്റൺ? കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ഫ്ലൈ വീൽ, സിലിണ്ടർ ഹെഡ്സ്, വാൽവ്, ക്യാം ഷാഫ്റ്റ്. ഈ സിലിണ്ടർ ഹെഡ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. സിലിണ്ടർ ഹെഡിനകത്ത് കുറെ കമ്പോണൻസ് വേറെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞത്. ഇതാണ് മെയിൻ കമ്പോണൻസ് ഓഫ് എ എൻജിൻ, IC എൻജിൻ. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഓരോ കമ്പോണൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പം ഇതിൽ ആദ്യം വരുന്ന കമ്പോണന്റ് ആണ് എൻജിൻ ബ്ലോക്ക് ആൻഡ് ലൈനർ. എന്താണ് എൻജിൻ ബ്ലോക്ക്, എന്താണ് ലൈനർ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടേംസ് ഒന്നും നിങ്ങൾ കാണാതെ പഠിച്ചില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. നമ്മൾ എന്തായാലും ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ പഠിക്കും. നമ്മൾ അതിന്റെ ഓരോ ഡയഗ്രാംസ് നോക്കും, നമ്മൾ അതിന്റെ ഓരോ അസംബ്ലേജ് നോക്കും, അതെങ്ങനെയാണ് വച്ചേക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്, എല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ഈ ടേംസ് പഠിക്കും. പക്ഷെ അതിനകത്ത് ഇന്റേണലി കുറെ ടേംസ് വരും, ചിലപ്പോൾ അത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ കാണാതെ പഠിച്ചേ പറ്റൂ. ഓക്കെ, ഇതൊക്കെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കും. ഓക്കെ, സോ നമുക്ക് കടക്കാം. നമ്മൾ ഈ ഒരു ലെക്ചർ, ഞാൻ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാൻ വന്ന വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ലെക്ചറിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ബേസിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മാത്രം മതിയാവും ആക്ച്വലി ഇതിന്. ഇനി അഡ്വാൻസ്ഡ് രീതിയിൽ എക്സ്പ്ലനേഷൻസ് വേണമെങ്കിൽ നമുക്ക് വേറെ ലെക്ചർ അറേഞ്ച് ചെയ്യാം. ഞാൻ എന്തായാലും ഇതിനകത്ത് ബേസിക് രീതിയിൽ മാത്രമേ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് കടക്കാം. ഒന്നാമത്തത് എൻജിൻ ബ്ലോക്ക് ആൻഡ് ലൈനർ. നോക്കൂ, ഇത് ഞാൻ ഈ കാണിച്ചേക്കുന്ന എന്തുവാണ്? അതെ, ഒരു കാറിന്റെ ബോണറ്റ് തുറന്നു വെച്ചേക്കാണ്. അപ്പൊ ഇതിനകത്ത് കുറെ കമ്പോണൻസ് കാണാം. ഇതിനകത്ത് ഏതാണ് എൻജിൻ? അതെ, ഇതാണ് നമ്മുടെ എൻജിൻ. എൻജിന്റെ ടോപ്പ് കവറാണ് ഈ വെച്ചേക്കുന്നത്. പ്ലാസ്റ്റിക് കവറാണ്, മെറ്റലൊന്നുമല്ല, പ്ലാസ്റ്റിക് കവറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ എക്സോസ്റ്റ് കൊണ്ടുപോകുന്ന മാനിഫോൾഡ് ആണ്. എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറയും. അതെന്താണെന്നൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. എക്സോസ്റ്റ് ഗ്യാസ് കൊണ്ടുപോകുന്ന ട്യൂബാണിത്. ബാക്കിയുള്ള കമ്പോണൻസ് ഒക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇതെന്താണ് ഈ സാധനം? ബാറ്ററിയാണ്, നമ്മുടെ ബാറ്ററിയാണിത്. നമുക്ക് പിന്നെ എന്തായാലും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഓരോ കമ്പോണൻസും അതിന്റെ യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻജിൻ ബ്ലോക്ക് ആണ്. എന്താണ് എൻജിൻ ബ്ലോക്ക്? എൻജിനെ കുറച്ചും കൂടെ നല്ല റിവ്യൂ കാണിച്ചു തരാം. വേറൊരു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഇത് അതിന്റെ ടോപ്പ് കവറാണ്. ആക്ച്വലി നമ്മുടെ എയർ ഫിൽട്ടർ ഒക്കെ ഇരിക്കുന്നത് ഇതിനകത്താണ്, ഈ ബ്ലോക്കിനകത്താണ് എയർ ഫിൽട്ടർ ഒക്കെ ഇരിക്കുന്നത്. ഇതെന്താണെന്നറിയോ? എൻജിൻ ഓയിലിന്റെ ഡിറ്റക്ടർ ആണ്. എൻജിൻ ഓയിൽ എത്രത്തോളം ഏത് ലെവൽ വരെ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു ഡിറ്റക്ടർ ആണത്. ഓക്കെ, നമുക്ക് അതിനെ വലിച്ചൂരാൻ പറ്റും. പിന്നെ നമുക്ക് അതിനെ പറ്റി പിന്നെ ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഇതാണ് നമ്മുടെ എൻജിൻ എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ കാറിന്റെ, നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ കാറിന്റെ നമ്മുടെ കാറിന്റെ ബോഡിയെ വിളിക്കുന്ന പേരാണ് ഷാസി. നമ്മൾ എഴുതുമ്പോൾ ചാസി എന്നായിരിക്കും എഴുതുന്നത്, ഷാസി എന്നാണ് വിളിക്കുന്നത്. അതിനെ ട്രാൻസ്പെറന്റ് ആക്കിക്കൊണ്ട് കാണിച്ചിരിക്കുന്ന ഒരു ഡയഗ്രാം ആണ് ഇത്. ഇതെന്റെ സസ്പെൻഷൻ ആണ്, സസ്പെൻഷൻ സിസ്റ്റം ആണ്. ഇതിൽ നിന്ന് പവർ എങ്ങനെയാണ് റെയർ വീൽസിലേക്ക് പോകുന്നത്, ബാക്ക് വീൽസിലേക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് കാണിച്ചിരിക്കുന്ന ഒരു റിസംബ്ലിംഗ് ഡയഗ്രാം ആണ്, ഒരു സ്കീമാറ്റിക് ആണിത്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കമ്പോണൻസ് ഒന്നുമല്ല, എന്നാൽ ഇതിന്റെ പുറത്തിരിക്കുന്ന കമ്പോണന്റ് ഇല്ലേ, നമ്മൾ ഈ കാണിച്ചേക്കാത്ത കമ്പോണന്റ് എൻജിൻ ബ്ലോക്ക്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്ന്.
നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇതാണ്, എഞ്ചിൻ ബ്ലോക്ക്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു സാധനം കൂടെ ഉണ്ട്, അതാണ് എഞ്ചിൻ ലൈനർ. അതും നമ്മൾ നോക്കും. എഞ്ചിൻ ബ്ലോക്ക് നോക്കൂ, ഇതാണ് എഞ്ചിൻ ബ്ലോക്ക്. ഈ പടം കണ്ടല്ലോ, ഇതാണ് എഞ്ചിൻ ബ്ലോക്ക്. നോക്കൂ, engine cylinders when cast in a single block are known as, single housing is known as engine block. Engine block എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സിലിണ്ടർ എന്നൊക്കെ പറയും. എന്താണ് സിലിണ്ടർ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞ കമ്പോണന്റ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പിസ്റ്റൺ എന്ന് പറഞ്ഞ കമ്പോണന്റ്, അതായത് വർക്കിംഗ് കമ്പോണന്റ് എല്ലാം അസംബിൾ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ എഞ്ചിന്റെ ഒരു സ്കെലിട്ടൺ അല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ടർ പോർഷനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ എഞ്ചിൻ ബ്ലോക്ക്. വളരെ ഏറ്റവും ഹെവി ആയിട്ടുള്ള പോർഷനാണ്, എഞ്ചിന്റെ ഏറ്റവും ഹെവി ആയിട്ടുള്ള പോർഷനാണ് ഈ എഞ്ചിൻ ബ്ലോക്ക്. ഇത് മെയിൻലി ഹെവി ആവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ആണ്. ആക്ച്വലി ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയൺ ആണ്. പണ്ട് കാലത്തുള്ള എഞ്ചിൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കാസ്റ്റ് അയൺ ആണ്. കാസ്റ്റ് അയൺ, നിങ്ങൾ ഈ അയൺ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ കാസ്റ്റ് അയൺ? കാസ്റ്റ് അയൺ ഡെഫിനിഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് കാസ്റ്റ് അയൺ? കാസ്റ്റ് അയൺ ഇസ് ദ മിക്സ്ചർ ഓഫ് അയൺ വിത്ത് എ സ്മോൾ എമൗണ്ട് ഓഫ് കാർബൺ. അയണും കാർബണിന്റെ ഒരു മിക്സ്ചർ ആണ് കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ ഇനി കാസ്റ്റ് അയൺ ഞാൻ പറഞ്ഞു, കാസ്റ്റ് അയൺ ഹെവിയർ ആണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മോഡേൺ എഞ്ചിൻസ്, അതായത് ഇപ്പൊ ഇക്കാലത്ത് ഇറങ്ങുന്ന എഞ്ചിൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അലുമിനിയം അലോയ് ആണ്. ഈ അലോയ് എന്താണെന്നൊക്കെ അറിയാമല്ലോ, ഒരു മെറ്റലും മറ്റൊരു മെറ്റലും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാവുന്ന മെറ്റൽ മിക്സ്ചറിനെയാണ് നമ്മൾ അലോയ് എന്ന് വിളിക്കുന്നത്. ഓരോന്നിനും ഓരോ ശതമാനമായിരിക്കും, കോമ്പോസിഷൻ ഡിഫറെന്റ് ആയിരിക്കും. പല മെറ്റൽസ് മിക്സ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് അലോയ്. അലൂമിനിയം അലോയ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഫ്ലൈറ്റ് പോലത്തെ വളരെ എയർവേസിൽ യൂസ് ചെയ്യുന്ന ഫ്ലൈറ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അലൂമിനിയം അലോയ് ആണ്. അതുകൊണ്ടാണ് അതിനെ ലൈറ്റ് വെയിറ്റ് എന്ന് വിളിക്കുന്നത്. അലൂമിനിയം അലോയ്സ് എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ എഞ്ചിൻസ് ഉണ്ടാക്കാനും നമ്മൾ അലൂമിനിയം അലോയ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, പണ്ട് കാലത്ത് കാസ്റ്റ് അയൺ ആയിരുന്നു, ഇപ്പം അലൂമിനിയം അലോയ് ആണ്. പക്ഷേ നമ്മൾ ഈ ലൈനർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം എന്താണ് കാര്യമെന്ന്. കുറച്ച് കാര്യം കൂടെ ഉണ്ട്. ഇനി നമ്മുടെ ഈ എഞ്ചിൻ ബ്ലോക്കിനെ പറ്റി പറയുമ്പോൾ ബിറ്റ്വീൻ ദ സിലിണ്ടർ ആൻഡ് ദ വാൾസ് ഔട്ട്സൈഡ്, അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സംഭവം കണ്ടല്ലോ, ഇതാണ് എഞ്ചിൻ ബ്ലോക്ക്. ഈ എഞ്ചിൻ ബ്ലോക്കിനകത്ത് ഇതാണ് നമ്മുടെ പിസ്റ്റൺ ഓടുന്ന റീജിയൻ. അതാണ്ട് ഈ കാണിച്ചേക്കുന്നതാണ് പിസ്റ്റൺ ഓടുന്ന റീജിയൻ. ഇതിനെയാണ് നമ്മൾ എഞ്ചിന്റെ സിലിണ്ടർ ബോർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പോർഷനകത്ത് ചില ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ജാക്കറ്റ് എന്ന് പറയും. അതായത് വെള്ളം സർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ആ പിസ്റ്റൺ ഓടുന്ന ആ ഒരു പോർഷനെ തണുപ്പിക്കാനായിട്ട് നമ്മൾ വാട്ടർ ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് അതുവഴി സർക്കുലേറ്റ് ചെയ്യും. അതിനുവേണ്ടി കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, കാസ്റ്റിംഗ് പ്രോസസ്, അതായത് നമ്മൾ ഈ കാസ്റ്റിംഗ് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എഞ്ചിൻ ബ്ലോക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് ചെയ്തിട്ടാണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. അപ്പം ഡിപ്ലോമയൊക്കെ പഠിക്കുന്ന ITI ഒക്കെ പഠിക്കുന്നവർക്ക് അറിയായിരിക്കും എന്താണ് ഈ കാസ്റ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾഡ് പ്രിപ്പയർ ചെയ്യും. മോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷേപ്പ്, അതായത് നമുക്ക് ഏത് ഷേപ്പിലാണോ നമുക്ക് എഞ്ചിൻ അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് വേണ്ടത്, ആ ഷേപ്പിൽ നമ്മൾ സാൻഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് വെച്ചിട്ടോ നമ്മൾ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് മെറ്റൽ ഒഴിച്ചു കൊടുക്കും. അപ്പൊ ആ ഷേപ്പിൽ മെറ്റലായി മാറും. അതിനുശേഷം നമ്മൾ അതിനെ തണുപ്പിച്ചതിന് ശേഷം നമ്മൾ അതിന് ആ ഒരു കമ്പോണന്റൊക്കെ എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് നമുക്ക് ആ ഷേപ്പ് കിട്ടും. അതിനെയാണ് നമ്മൾ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ആ കാസ്റ്റിംഗ് ഓപ്പറേഷൻ വഴി നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റ കാസ്റ്റിംഗ് ആണ്, എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് ഉണ്ടാക്കിയെടുത്ത് അസംബിൾ ചെയ്യുന്നതല്ല, ഒറ്റ ഇതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ എഞ്ചിൻ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, in order to supply pressurized oil to the engine moving surface, നമുക്ക് ഇതിനകത്ത് വാട്ടർ ജാക്കറ്റ്, ഞാൻ നേരത്തെ വാട്ടർ ജാക്കറ്റിന്റെ കാര്യം പറഞ്ഞു. എന്തിനാണ് ഈ വാട്ടർ ജാക്കറ്റ്? പിസ്റ്റൺ സിലിണ്ടർ, അതായത് എവിടെയാണോ ഈ എക്സ്പ്ലോഷൻ നടക്കുന്നത്, ഞാൻ എക്സ്പ്ലോഷന്റെ കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിനകത്ത് പറഞ്ഞായിരുന്നു. ഈ എക്സ്പ്ലോഷൻ നടക്കുന്ന പോർഷനിലേക്ക് നമുക്ക് തണുപ്പിക്കണം. ആ പോർഷൻ ചൂടായി പോയി കഴിഞ്ഞാൽ അവസാനം നശിച്ചു പോകും. അത് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിന് സർക്കുലേറ്റ് ചെയ്യും. അകത്തോട്ട് വിടൂല, എന്നാൽ അതിന്റെ പുറത്തൂടെ വിടും. അപ്പൊ അതിനുവേണ്ടി ചില റീജിയൻസ് ഹോളോ ആക്കി വിട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു എലമെന്റ് ആണ് എഞ്ചിൻ ഓയിൽ. എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിസ്റ്റൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, റെസിപ്രോക്കേറ്റിംഗ് സാധനം. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് സംസാരിച്ചായിരുന്നു. ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാടധികം ഫ്രിക്ഷൻ കാരണം വെയർ ആൻഡ് ടയർ ഉണ്ടാവും. ഒരുപാടധികം തേഞ്ഞു മാഞ്ഞൊക്കെ പോകും. അപ്പൊ ഈ തേഞ്ഞു മാഞ്ഞ് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അകത്തുള്ള വാളും അതുപോലെ പിസ്റ്റണും തേഞ്ഞു മാഞ്ഞു പോകും. അപ്പൊ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞ് പോവാതിരിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്. ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു ലൂബ്രിക്കന്റ് ആണ്. എഞ്ചിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൂബ്രിക്കന്റ്. ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ അഗെയിൻസ്റ്റ്, അതായത് ഫ്രിക്ഷൻ അഗെയിൻസ്റ്റ് ഒരു സ്ലിപ്പറി ആക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഓയിലാണ് ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്ന് പറഞ്ഞാൽ. എഞ്ചിൻ ഓയിൽ പ്രത്യേകതരം ഓയിലാണ്, അത് നമ്മൾ സപ്ലൈ ചെയ്യും. ഈ സപ്ലൈ ചെയ്യുന്ന ഓയിൽ നമ്മൾ ഒരു സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കും. ആ ഒഴിച്ചു പോകുന്ന ഓയിൽ നേരെ എഞ്ചിന്റെ സമ്പ് എന്ന് പറയും, ഓയിൽ സമ്പ് എന്ന് പറയുന്ന പോർഷനിൽ പോയി കിടക്കും. അവിടുന്ന് പമ്പ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് ഒഴിച്ചു കൊടുക്കും, ഈ സ്ഥലത്തോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പൊ അതിനു വേണ്ടിയുള്ള ട്യൂബും അതിനു വേണ്ടിയുള്ള സർക്യൂട്ടും നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ റെഡിയാക്കി കൊടുക്കണം. അങ്ങനെയുള്ള സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, എഞ്ചിൻ ബ്ലോക്കിനകത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ പറയാം. മൂന്നാമത്തെ കാര്യം, this has drillings to supply oil directly to the bearing in the block, crankshaft and cylinder head. എല്ലാ പോർഷൻസിലേക്കും ഓയിൽ എത്തിക്കാനുള്ള സർക്യൂട്ടുകൾ നമ്മൾ എഞ്ചിൻ ബ്ലോക്കിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ എഞ്ചിൻ ബ്ലോക്കിനെ പറ്റി പഠിക്കാനുള്ളൂ. എഞ്ചിൻ ബ്ലോക്ക് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം, എന്തൊക്കെ രീതിയിൽ ഉണ്ടാക്കാം, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എഞ്ചിൻ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കാസ്റ്റ് അയൺ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ. പക്ഷെ ഇക്കാലത്ത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ അലുമിനിയം അലോയ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് തന്നെ നമ്മൾ വാട്ടർ ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വാട്ടർ ജാക്കറ്റിന് വേണ്ടിയുള്ള ഹോളോ സ്പേസസ് ഉണ്ടാക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിക്കാൻ വേണ്ടി, നമ്മുടെ പിസ്റ്റൺ സിലിണ്ടർ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി. വർക്കിംഗ് കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ ഒരുപാടധികം എക്സ്പ്ലോഷൻ നടക്കുന്നത് കൊണ്ട് ഒരുപാടധികം ഹൈ ടെമ്പറേച്ചറിൽ പോവാതെ ഇതിനെ തണുപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ജാക്കറ്റ് വഴി വെള്ളം സർക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഹോളോ ആയിട്ടുള്ള സ്പേസ് കൊടുത്തേക്കുന്നത്. ഹോളോ ആയിട്ടുള്ള സ്പേസ് ഇതിനകത്ത് കാണിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. പിന്നെ അതുപോലെ ഓയിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടും കൂട്ടിയൊക്കെ കാസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒറ്റ കാസ്റ്റിംഗ് ആണ്, ഒറ്റയ്ക്കാണ് കാസ്റ്റ് ചെയ്യുന്നത്, ഒരുമിച്ചല്ല. ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് അസംബിൾ ചെയ്തെടുക്കുന്നതല്ല, ഒരുമിച്ചെല്ലാം കൂടെ ഒറ്റ അടിക്ക് അങ്ങ് കാസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒറ്റ കട്ടയായിട്ട് ഇങ്ങ് പുറത്തോട്ട് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് എഞ്ചിൻ ബ്ലോക്ക്. ഇനി ലൈനർ, എഞ്ചിൻ ലൈനർ. ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കൂ, ഈ സിലിണ്ടറിന്റെ പോർഷൻ കണ്ടോ, ഈ സിലിണ്ടർ പോർഷൻ, ഈ സിലിണ്ടറിനകത്തൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിസ്റ്റൺ എന്ന് പറയുന്ന ഒരു സാധനം. ആ പിസ്റ്റനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഈ പിസ്റ്റൺ ഓടുന്നത് ഈ സിലിണ്ടറിനകത്താണ്. ഈ സിലിണ്ടറിനകത്ത് ഈ പിസ്റ്റൺ ഓടുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ ആൻഡ് ടയർ ഉണ്ടാവും. ഇപ്പം നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്താലും അവിടെ വെയർ ആൻഡ് ടയർ ഉണ്ടാവും. ഈ വെയർ ആൻഡ് ടയറിനെ കൂടാതെ പല ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന്റെ വാൾസ്, അതായത് ഈ സിലിണ്ടർ ഇരിക്കുന്ന വാളില്ലേ, അത് തേഞ്ഞു മാഞ്ഞു പോയി അവസാനം ഡയമീറ്റർ കൂടും, വലിയ സൈസ് ആവും. തേഞ്ഞു പോയി അവസാനം വലിയ സൈസ് ആവും. അപ്പൊ ആലോചിച്ച് നോക്ക്, ഇത് ആക്ച്വലി ഒറ്റ സിസ്റ്റം ആണ്. നമ്മൾ അവസാനം ഈ ബ്ലോക്ക് മൊത്തത്തിൽ മാറ്റേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഈ എഞ്ചിൻ ബോറില്ലേ, ഈ ബോറിനകത്തായിട്ട് പിസ്റ്റൺ വയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വാളും കൂടെ വെക്കും, ഒരു എക്സ്ട്രാ വാള്. മനസ്സിലായില്ലേ? ഒരു ചെറിയൊരു സിലിണ്ടർ, ഒരു ഹോളോ സിലിണ്ടറും കൂടെ കയറ്റി വെക്കും. അതിനെയാണ് ഈ ലൈനിങ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്നതാണ് ലൈനിങ്. കണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ലൈനിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കാസ്റ്റ് അയൺ ആണ് സാധാരണ യൂസ് ചെയ്യുന്ന ലൈനിങ്. കാസ്റ്റ് അയൺ ലൈനിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കാസ്റ്റ് അയൺ എഞ്ചിൻ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ലൈനിങ് കൂടെ വെച്ചു കൊടുക്കും. എന്നിട്ട് അതിനകത്തായിരിക്കും പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് കുറെ കാലം വർക്ക് ചെയ്ത് കഴിയുമ്പം ഈ ലൈനിങ് തേഞ്ഞു പോകുമ്പം ഈ ലൈനിങ് മാത്രം എടുത്തങ്ങ് മാറ്റി വെച്ചിട്ട് പുതിയ ലൈനിങ് വെച്ചു കൊടുക്കും. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ലൈനേഴ്സ് ഉണ്ട്. ഒന്ന് വെറ്റ് ലൈനർ, രണ്ടാമത്തെ ഡ്രൈ ലൈനർ. വെറ്റ് ലൈനർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വാട്ടർ ജാക്കറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, വാട്ടർ ജാക്കറ്റ്, വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്ന ജാക്കറ്റ്. ഈ ജാക്കറ്റ് വെറ്റ് ലൈനറിന്റെ കേസിലാണെങ്കിൽ ഈ ജാക്കറ്റിലെ വെള്ളം ഈ ലൈനറുമായിട്ട് കോണ്ടാക്ട് വരും. കണ്ടല്ലോ, ലൈനറുമായിട്ട് കോണ്ടാക്ട് വരും. അതിനെയാണ് നമ്മൾ വെറ്റ് ലൈനർ എന്ന് പറയുന്നത്. എന്നാൽ ഡ്രൈ ലൈനറിന്റെ കേസിൽ നമുക്ക് അങ്ങനെ എന്താ പറയാ, വാട്ടർ ജാക്കറ്റ് ഡയറക്ട്ലി, അതായത് വെള്ളത്തിനെ നമുക്ക് ഡയറക്ട്ലി ലൈനറുമായിട്ട് കോണ്ടാക്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ ഡ്രൈ ലൈനർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അതിന്റെ അഡ്വാൻറ്റേജ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാസ്റ്റ് അയൺ വെച്ചിട്ടുള്ള ലൈനറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കാസ്റ്റ് അയൺ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാസ്റ്റ് അയൺ പോറസ് ആണ്. പോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോറസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിയാണ്. എന്തുകൊണ്ടാണ് പോറസ് എന്ന് വിളിക്കുന്നത്? അതിന്റെ സർഫസിൽ മൊത്തം കൊച്ചു പോർസ് കാണും.
ഈ പോർസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൂബ്രിക്കന്റ് ഓയിൽ അപ്ലൈ ചെയ്താലും ഇതിന്റെ പോർസിനകത്തൊക്കെ ഇങ്ങനെ 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 എന്താ പറയുക കയറിയിരിക്കും. അപ്പൊ അത് കാരണം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പോർസിനകത്ത് ഇങ്ങനെ ഓയിൽ ഇരിക്കുന്നത് കൊണ്ട്, കൊച്ചു കൊച്ചു പോർസ് ആയിരിക്കും ഇരിക്കുന്നത് കൊണ്ട്, നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ലൂബ്രിക്കേഷൻ ഇസ് നോട്ട് റിക്വയർഡ് ഇൻ ദാറ്റ് കേസ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൂബ്രിക്കന്റ് ഓയിലിന്റെ സപ്ലൈയുടെ ആവശ്യമില്ല. റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ മാത്രം സപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതാണ് ഡ്രൈ ലൈനർ, വെറ്റ് ലൈനർ. ഡ്രൈ ലൈനേഴ്സിനെ പറ്റി കുറച്ച് പോയിന്റ്സും കൂടെ പറയാം. അലൂമിനിയം അലോയ്, ഞാൻ നേരത്തെ അലൂമിനിയം അലോയ് വെച്ചിട്ടുള്ള എഞ്ചിന്റെ കാര്യം പറഞ്ഞു. അലൂമിനിയം അലോയ് വെച്ചിട്ടുള്ള ബ്ലോക്ക്, എഞ്ചിൻ ബ്ലോക്ക് അലൂമിനിയം അലോയ് ആണെങ്കിൽ പോലും നമ്മൾ ഈ സിലിണ്ടറിനകത്ത് യൂസ് ചെയ്യുന്ന ലൈനർ കാസ്റ്റ് അയൺ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് കാസ്റ്റ് അയൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? Replaceable liners means that the liner and the piston assembly can be replaced without the need of specialist reboring equipment. Commercial vehicle engines often use replaceable liner to reduce the repair times. പണ്ട് കാലത്ത് ഇങ്ങനെ ലൈനർ ഒന്നും ഇല്ലായിരുന്നു. അപ്പം എഞ്ചിൻ ബ്ലോക്ക് മൊത്തത്തിൽ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പിന്നെയാണ് ലൈനേഴ്സ് കണ്ടുപിടിച്ചത്, റീപ്ലേസബിൾ ലൈനേഴ്സ്. ഈ പണ്ട് കാലത്ത് ഇങ്ങനെയായിട്ട് സംഭവം ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴാണ് ലൈനേഴ്സ് വന്നത് ആക്ച്വലി. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് എഞ്ചിൻ ബ്ലോക്കും ലൈനേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യം. നമുക്ക് അടുത്ത കമ്പോണന്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓരോരോ വീഡിയോസ് ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും ടോപ്പിക്സ് മാത്രം മനസ്സിലായാൽ മതി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒറ്റ വീഡിയോ പഠിപ്പിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ഞാൻ ഈ കവർ ചെയ്ത് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇപ്പൊ നോക്കൂ, ഞാൻ ഇപ്പൊ കാണിച്ച എഞ്ചിൻ ബ്ലോക്ക് ഇതായിരിക്കുന്നു. ഇതാണ് നമ്മുടെ എഞ്ചിൻ ബ്ലോക്ക്. ഇതാണ് എഞ്ചിൻ ബ്ലോക്ക്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമ്മുടെ സിലിണ്ടറൊക്കെ ഇരിക്കുന്ന കണ്ടോ? സിലിണ്ടർ ഇതെന്താണ്? ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് എഞ്ചിൻ ഹെഡ് എന്ന് പറയും. എഞ്ചിൻ ഹെഡ്. ഇത് ബാക്കിയുള്ള കമ്പോണൻസ് ആണ്. ഫ്യൂവൽ പമ്പ്, എഞ്ചിൻ ഓയിൽ പമ്പ്, മാനിഫോൾഡ്, അങ്ങനെയുള്ള പോർഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് റേഡിയേറ്ററിന്റെ പോർഷൻ ആണ് ഇത് കാണിച്ചിരിക്കുന്നത് ആണെന്ന് തോന്നുന്നു. റേഡിയേറ്ററിന്റെ പോർഷൻ ആണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ മറിച്ചിട്ടേക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഇതുപോലത്തെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇതുപോലത്തെ മറ്റൊരു ഷാഫ്റ്റ് കൂടെ ഉണ്ട്, ക്യാം ഷാഫ്റ്റ്. ക്യാം ഷാഫ്റ്റും ക്രാങ്ക് ഷാഫ്റ്റും എങ്ങനെ എന്തൊക്കെയാണ് ഓരോ കമ്പോണൻസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കും. നമ്മൾ എഞ്ചിൻ ബ്ലോക്കിനെ പറ്റി പഠിച്ചു, എഞ്ചിൻ ബ്ലോക്കിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെ പറ്റി പഠിച്ചു, എന്താണ് ലൈനർ എന്ന് പഠിച്ചു, ലൈനറിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണെന്ന് പഠിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ലെക്ചറിൽ നമുക്ക് കാണാം. താങ്ക് യു.